ഹായ് കൂട്ടുകാരി, നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ മൂഴിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ തൊടുപുഴയിൽ നിന്നും മണക്കാട് പണ്ടപ്പള്ളി റൂട്ടിൽ 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂഴിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രം റോഡിൻ്റെ വലതുഭാഗത്തായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഭക്തിസാന്ദ്രവും ചരിത്രപ്രസിദ്ധവുമായ ഈ ഭദ്രകാളി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം തൊടുപുഴയാറിൻ്റെ കരയിലാണ് മുൻകാലങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ തൊടുപുഴയാറിൽ വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ ക്ഷേത്രം ഉയർത്തിപ്പണിയുവാൻ ഭാരവാഹികൾ നിർബന്ധിതരായി. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഉയർത്തിപ്പണിയുവാൻ ഇടയായിട്ടുള്ളത്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതാ ഈ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തിയാൽ നമുക്ക് ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. മീനമാസത്തിലെ കാർത്തിക രോഹിണി മകയിരം നാളുകളാണ് ഭഗവതിയുടെ തിരുനാൾ ദിവസമായി ഇവിടെ ആചരിക്കപ്പെടുന്നത്. അത് വളരെ വിപുലമായ ഉത്സവത്തോടു കൂടി എല്ലാ വർഷവും വളരെ ഭംഗിയായി തന്നെ ഉത്സവം ഇവിടെ നടത്തപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാട് ഗരുഡൻ തൂക്കമാണ്. കൂടാതെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലുള്ള വഴിപാടുകളും ഇവിടെ മുറ തെറ്റാതെ നടത്തപ്പെടുന്നു. നമ്മളിപ്പോൾ ശ്രീകോവിലിന് തൊട്ടു മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ശ്രീകോവിലിൻ്റെ ഉൾഭാഗം നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളൊന്നാണ് കൊച്ചുകുട്ടികളുടെ ചോറൂണ്. മാത്രമല്ല, കുട്ടികൾക്ക് ഉണ്ടാകുന്ന സർപ്പദോഷം, രാഹുദോഷം, രോഗദുരിതം മാറുവാനും ഇഷ്ടസന്താനലബ്ധിക്കും സർപ്പപ്പാട്ട് ക്ഷേത്ര നടയിൽ ഇവിടെ ആലപിക്കപ്പെടുന്നുണ്ട്. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ നമുക്ക് വഴിപാടുകളെല്ലാം നേരിൽ തന്നെ കാണാം. സർപ്പദോഷം ഇവർക്കും ഇല്ലത്തിനും മനത്തിനും ദോഷങ്ങൾ തീരണം, ദുരിതങ്ങൾ തീരണം. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ മൂഴിക്കൽക്കാവ് ഭഗവതിയുടെ തിരുമുൻപിൽ ഇത്തരമൊരു വീഡിയോ ചെയ്യുവാൻ അവസരം ലഭിച്ച ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കൂടി വയ്ക്കുക. എങ്കിൽ ഇനിയും ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. തൽക്കാലം വിട പറയുന്നു. ഇനിയും കൂടുതൽ വീഡിയോയിൽ കൂടുതൽ ഇടങ്ങളിൽ കാണുവാനിടയാകട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.